ഇപ്പോൾ എന്താണ് മാവേലി നാട് വാഴും പോലെയാണ് കൂടെ എന്തെന്നാണ് കുറവ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പിണറായി സർക്കാരല്ല, LDF വരും. ഇപ്പോഴത്തെ യുവതലമുറ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് അവരിലാണ് വിജയസാധ്യത കൂടുതലുള്ളത്. ഓപ്പറേഷൻ വന്നിട്ട് നമ്മൾ കണ്ടല്ലോ, ഇന്നലെ ഫുള്ളൊന്നും ക്ലീൻ ആയിട്ട് പോലും ഇല്ല. അപ്പോൾ അവർക്ക് അറിയില്ല എന്ന് മനസ്സിലായില്ലേ? ഒരു സംശയമില്ല, LDF തുടരും. പക്ഷെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ആഗ്രഹം UDF വരണം എന്നാണ്. ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയം ഇല്ലാത്തവർ കയറി വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലൊരു ചേഞ്ച് വരുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കേരളത്തിൽ എത്താൻ പോവുകയാണ്. ആ ചൂടെത്തുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയാണ്, അനന്തപുരിയിലാണ്, തിരുവനന്തപുരത്താണ്. കേരളം ഇത്തവണ ആർക്കൊപ്പമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുക എന്നുള്ളത് തിരുവനന്തപുരത്തെ സാധാരണക്കാരായ മനുഷ്യർ, തിരുവനന്തപുരത്തേക്ക് വരുന്ന ആളുകൾ ഒക്കെ പറയട്ടെ. അതുകൊണ്ട് തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണുള്ളത്. ഇവിടെ ഓട്ടോ ചേട്ടന്മാരുണ്ട്. അവർ എന്ന് പറയുന്നത് നമുക്കറിയാം, നാടിൻ്റെ സ്പന്ദനം ഏറ്റവും നന്നായി അറിയുന്ന ഓട്ടോക്കാരാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇത്തവണ ഇനി ആർക്കായിരിക്കും സാധ്യത എന്നുള്ളത്? എൻ്റെ കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ ഇത്തവണ BJPക്ക് നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. BJP ഭരിക്കുമോ കേരളം? കേരളം BJP ഭരിക്കത്തില്ല ഇത്തവണ, പക്ഷേ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനുള്ള എല്ലാ കാഴ്ചപ്പാടുകളും. കാര്യം ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഭരണം തന്നെ അവർ പിടിച്ചെടുത്തപ്പോഴത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനുണ്ടായ മാറ്റങ്ങൾ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു തെളിവാണ്. ഈ നിയമസഭയിലെ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPക്ക് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും എൻ്റെ വിശ്വാസം. എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നതല്ല, കഴിഞ്ഞ പ്രാവശ്യം കോർപ്പറേഷനിലും BJP പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും കൂടുതൽ സീറ്റ് ജനങ്ങൾ കൊടുക്കുകയുണ്ടായി. അപ്പം അത് 10 എന്നല്ല, ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം ഇപ്പോഴത്തെ യുവതലമുറ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് അവരിലാണ് വിജയസാധ്യത കൂടുതലുള്ളത്. പണ്ട് കാലങ്ങളിൽ കേഡർ വോട്ടുകൾ ഉണ്ടായിരുന്നു, വയസ്സായ ആൾക്കാരുടെ, ഏജ്ഡ് ആൾക്കാരുടെ. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് അവരെക്കാട്ടിയും കൂടുതലായിട്ട് യുവതലമുറ വോട്ട് ചെയ്യാൻ വരികയും ഒരു ഇതെന്ന് പറയുന്നത് വികസനത്തിനും മറ്റു കാര്യങ്ങളും നോക്കി മാത്രമാണ് അവർ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിലെ BJPയുടെ കുതിച്ച് കയറ്റം ഉണ്ടായത്. കാര്യം പാർട്ടി പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന്. ആ സ്ഥലത്ത് 49 എണ്ണം സ്വന്തമായി കിട്ടുകയും ഒരു സ്വതന്ത്രനെ വെച്ച് ഒരു കോർപ്പറേഷൻ ഭരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണ്. ആ അംഗീകാരം ഇത്തവണ നിയമസഭയിൽ നന്നായി പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവസാനമായിട്ടൊരു ചോദ്യം. ഈ BJP എന്തായാലും ഭരിക്കില്ല എന്ന് പറഞ്ഞല്ലോ. BJP ഭരിക്കില്ലെങ്കിൽ പിന്നെ ആരായിരിക്കും അടുത്ത ഭരണത്തിനുള്ള സാധ്യത? അടുത്ത ഭരണത്തിനുള്ള സാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഉതകുന്ന ഒരു ഭരണം വരണമെന്നുള്ള കാഴ്ചപ്പാടാണ്. അവിടെ സേഫായി ഊരി. അതെ ചേട്ടാ, അടുത്ത ഭരണത്തിലുള്ള സാധ്യത ആർക്കായിരിക്കും ഇനി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യത കേരളത്തിൽ? ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യത എന്ന് പറയുമ്പോൾ എൻ്റെ കണക്ക് കൂട്ടിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ വരാനാണ് സാധ്യത കൂടുതൽ. എന്നുവെച്ചാൽ കൂട്ടുകക്ഷിയാണല്ലോ ഓൾറെഡി LDF അല്ലെങ്കിൽ UDF അങ്ങനെ മുന്നണി അല്ല, LDFും UDFും NDAയും കൂടെ ചേർന്ന് വരുന്ന ഒരു മുന്നണി സംവിധാനത്തിലായിരിക്കും വരാൻ പോകുന്നത്. കാരണം തൂക്കുസഭയായിരിക്കും. അതെ, തൂക്കുസഭ തന്നെയായിരിക്കും. കാരണം BJP നിർണായക ശക്തിയായിട്ട് മാറാൻ പോവുകയാണ് കേരളത്തിൽ. മനസ്സിലായില്ലേ? കാരണം ഇപ്പോഴത്തെ ഒരു ഭരണമെന്ന് പറഞ്ഞാൽ LDF ഭരണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വെറുത്ത് അടുത്തൊരു ചാൻസ് ആർക്ക് കൊടുക്കണം എന്നിങ്ങനെ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ അങ്ങനെ വരുമ്പോൾ UDFനാണ് അനുകൂലമായി വരാറുള്ളത്. UDFനാണ് അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അന്ന് NDA എന്ന് പറഞ്ഞ ശക്തി കേരളത്തിൽ ഒരു ശക്തി അല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ സമീപ രാഷ്ട്രീയത്തിൽ NDA എന്ന് പറയുന്ന മുന്നണി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മുന്നണിയാണ്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും കേരളത്തിൽ സാധ്യതയുള്ളത്? പിണറായിക്കാണ്. പിണറായി വരും തീർച്ചയായും, 100%. മൂന്നാം പിണറായി സർക്കാർ വരും. അങ്ങനെ ഇതാ കാക്ക മലർന്നു ഉറക്കുന്നൊക്കെയാണ് ഇവിടെ നിൽക്കാം. അയാൾ വേറെ പാർട്ടിക്കാരൻ, അവരങ്ങനെ പറഞ്ഞത്. എന്താ ഭരണം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതി മാറും. തീർച്ചയായിട്ടും പിണറായി സർക്കാർ തന്നെയായിരിക്കും അടുത്ത ഭരണം. തീർച്ചയായും അങ്ങനെ പറയാൻ നല്ല ഭരണമല്ലേ? എന്താണ് മോശമായിട്ട്? എന്തുണ്ട് ഇതിൽ? ഒരു മോശമായിട്ടൊന്നുമില്ല. പെൻഷനൊക്കെ കൂട്ടിയല്ലേ? പെൻഷനൊക്കെ കൂട്ടി, നല്ല ഭരണമല്ലേ? പക്ഷെ VD സതീശൻ പറയുന്നു കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരിക്കും അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. അവർ പ്രതിപക്ഷത്തിരിക്കുന്നവർ അങ്ങനെ പറയാക്കുള്ളൂ. എന്താ അഭിപ്രായം? എന്താ വ്യാമോഹമാണ് ദിനേശ്. ഇപ്പോൾ എന്താണ് മാവേലി നാട് വാഴും പോലെയാണ് കൂടെ എന്തെന്നാണ് കുറവ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്തിനാണ് ഇവിടെ കുറവുള്ളത് പറയും? പിണറായി വിജയൻ ആധുനിക കാലത്തെ മാവേലിയാണ്. ആണ്. ഇപ്പോൾ ഒന്നും കുറവില്ലല്ലോ. നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളുണ്ട്. വെള്ളമുണ്ട്, മരിയുണ്ട്, പെൻഷനുണ്ട്, സർവത്രയും ഇഷ്ടം. ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയുക, പരിഹരിക്കാം. അപ്പോൾ പിന്നെ ഒരു കുറവുമില്ല. മഹാബലി നാട് വാഴും പോലെയാണ്. കാരണം ഒരു കാര്യം കാണിച്ചു തരാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഇത് പറയണതെന്നുണ്ടെങ്കിൽ ഇവിടെ ആവാസനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മാനവീയമൊക്കെ തുറന്നു കൊടുത്ത് ഇവിടെ പെൺപിള്ളേർക്കൊന്നും മര്യാദയ്ക്ക് കൊടുത്തതിന് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. പോലീസുകാരൻ പോലും കണ്ടാൽ മിണ്ടായിരിക്കും. മാനവീയത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അടിയാണോ? ആദ്യം തന്നെയാണ് പറഞ്ഞത് അടിയണ്ട പെണ്ണ് കമന്നിട്ടാണ് അടിച്ചത്. ചേട്ടൻ ആർക്കാ സാധ്യത പറയുന്നത് തെരഞ്ഞെടുപ്പ്? പിണറായി സർക്കാർ മൂന്ന്. അദ്ദേഹം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം കോർപ്പറേഷൻ ഇലക്ഷന് BJP കിട്ടിയത് കൊണ്ട് അദ്ദേഹം വിചാരിക്കുന്നത് നിയമസഭയിൽ അത് പറഞ്ഞതേ ഉള്ളൂ. BJP എത്ര സീറ്റ് നേടുന്നതാണ് ഒരു സീറ്റ് നിയമമായിരിക്കും? നിയമം ശിവകുടിയൊക്കെ ജയിക്കും, തീർച്ചയായും 100% ജയിക്കണം. പിന്നെ ഏതായിരിക്കും സീറ്റൊന്നും എനിക്കറിയില്ല. ഒരാളും കൂടി പറ. ആർക്കാ സാധ്യത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില്? അല്ല LDF തന്നെ. വരും. പിണറായി സർക്കാരല്ല, LDF വരും. ആരാ മുഖ്യമന്ത്രി? അത് പറയാൻ പറ്റില്ല. ഗോവിന്ദമാഷ് മത്സരിക്കുന്നില്ല, അതും പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി ആരാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പേരാവൂരിൽ നിന്ന് ജയിച്ച് ശൈലജ ടീച്ചറിലൂടെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവും. എല്ലാവരും പറയുന്നേ ഉള്ളൂ, അപ്പോൾ കാത്തിരുന്ന് കാണാം. LDF, UDF, BJP ഇതിൽ ആർക്കാണ് കേരളം ഭരിക്കുന്നത്? വീണ്ടും വരണമെന്നാണ് ആഗ്രഹം. കോർപ്പറേഷൻ വന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇന്നലെ ഫുള്ളൊന്നും ക്ലീൻ ആയിട്ട് പോലും ഇല്ല. അപ്പോൾ അവർക്ക് അറിയില്ല എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ LDF തന്നെ വീണ്ടും വരണമെന്നാണ്. വരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ ആർക്കാണ് സാധ്യത? LDF ആണോ, UDF ആണോ, BJP ആണോ, ആർക്കാണ്? BJP. കേരളം BJP വരിക്കുമോ? വരിക്കുമെന്നാ തോന്നുന്നേ. എന്താ ഒരു ചിരിച്ചായത്? BJP വരിക്കുമെന്നാ തോന്നുന്നത് ഒരു ചിരി. ഉറപ്പില്ലേ? എനിക്കത്ര ഉറപ്പില്ല. ഇഷ്ടമാ BJP വന്നാല്. കേരളം മൊത്തം ഒന്ന് ചിന്തിക്കേണ്ടി വരുമല്ലേ? ഓ, അപ്പൊ VD സതീശൻ എന്ത് ചെയ്യും? അതെനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് BJP വരണമെന്നാണ് ആഗ്രഹം. എന്നാലും കേരളത്തിലേക്ക് ആർക്കാ സാധ്യത ഇനിയിപ്പോ? BJP തന്നെ ആയിരിക്കും. ഞാൻ ഇവിടുത്തെ കാര്യമല്ല. വോട്ട് ചെയ്യാറില്ലേ? വോട്ട് ചെയ്യും, വരുമ്പോഴൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. ആര് വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ കാര്യത്തിന് ഒരു മാറ്റവും ഇല്ല. പണിയെടുത്ത അരി കിട്ടും. അല്ലാണ്ട് ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. മറുനാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് BJP വന്നാൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുക. സ്വാഭാവികമായിട്ട് ഇനി കേരളത്തിൽ ആർക്കാണ് ഭരണസാധ്യത? LDF ആണോ, UDF ആണോ, BJP ആണോ? LDFിലായിരിക്കും. എനിക്കറിഞ്ഞൂടാ, ശരിക്കും അറിഞ്ഞൂടാ. ഞാൻ ഇതൊന്നും ഫോളോ ചെയ്യാറില്ല. എന്നാലും LDFനായിരിക്കും. എൻ്റെ വിശ്വാസം LDFിലായിരിക്കും. തുടർഭരണം LDF തന്നെ ആയോ ചാൻസ് അങ്ങനെയാണ് കാണുന്നത്. ഒരു സംശയമില്ല, LDF തന്നെ തുടരും. പിന്നെ കഴിഞ്ഞ 10 വർഷം ജനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വളരെ വലിയ ജനകീയ അംഗീകാരം ഉറപ്പായിട്ടുണ്ടായിരിക്കും. വീണ്ടും പിണറായി മുഖ്യമന്ത്രിയാകും. അത് പറയാൻ പറ്റില്ല, മുന്നണിയിലെ തീരുമാനിക്കാം. LDF വിജയം തുടരും. UDFനല്ലേ? അങ്ങനെ പറയാൻ എന്താ കാരണം? സംസ്ഥാനത്തെ എല്ലാ സ്ഥിതിഗതികളും വെച്ച് നോക്കിയാൽ ഈ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് പുറത്തു പോകേണ്ടത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു ജീവിതാവശ്യമായി കാണുകയാണ്. അവർ ഒത്തിരി കാര്യങ്ങൾ നാട്ടിൽ പുരോഗമനപരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ജനങ്ങളുടെ ഇവിടുത്തെ സമാധാന ജീവിതത്തിന് സഹായകരമായിട്ട് കാണുന്നില്ല. പക്ഷേ പലരും ചോദിക്കുമ്പോൾ പറയുന്നത് തുടർ ഭരണം ഉണ്ടാവും, BJP നേട്ടം ഉണ്ടാക്കും എന്നൊക്കെയാണ്. അല്ല, BJP നേട്ടം ഉണ്ടാക്കുമോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനൊന്നും BJPയുടെ നേട്ടം ഉണ്ടാകുകയല്ല. പക്ഷേ ഇനിയൊരു LDF ഗവൺമെൻറ് ഇവിടെ മൂന്നാമതും വന്നാൽ അടുത്ത പ്രാവശ്യം BJP ഉറപ്പായിട്ടും കേരളത്തിൽ അധികാരത്തിൽ വരും. ഇരുകൂട്ടരും ആഗ്രഹിക്കുന്ന അതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ആഗ്രഹം UDF വരണം എന്നാണ്. എല്ലാ വിഭാഗം. ആരായിരിക്കും മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ആരാകും എന്നത് UDFന് ഒരു സംവിധാനം ഉണ്ടല്ലോ, അതനുസരിച്ചാണ് അത് തീരുമാനിക്കുക. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് UDF, കോൺഗ്രസ് ഒക്കെ അങ്ങനെയാണ് ഒരു ഇത് എടുക്കുന്നത്. ഈ സതീശനും ചെന്നിത്തലയൊക്കെ നല്ല നേതാക്കളാണ്. അവരൊക്കെ മുഖ്യമന്ത്രിമാരാകാൻ യോഗ്യരാണ്, അതിനൊന്നും ഒരു തർക്കവുമില്ല. മറ്റാളുകളുണ്ടെങ്കിലും അവർ ഒക്കെ അതിന് യോഗ്യരാണ്. UDF. അങ്ങനെ പറയാനൊരു കാരണം? അതെല്ലാവർക്കും അറിയാവുന്ന കാരണമല്ലേ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ LDF ഭരണം അത്രയും അടുത്തോ എങ്ങനെയാണ്? അതിപ്പം LDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിയുന്നതോടുകൂടി ജനങ്ങൾക്ക് മടുക്കും. UDF ഭരിച്ച് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ LDFന് മടുക്കും. അത് സ്വാഭാവിക ഒരു പ്രക്രിയയാണ് കേരളത്തിൽ. BJP എന്തായാലും ഭരിക്കുമൊന്നുമില്ല. അല്ല, അതെ, കഴിഞ്ഞാണൊരു മാറ്റം. പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ടുകളല്ല ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നത്. എനിക്ക് രാഷ്ട്രീയമില്ലാത്തൊരു വ്യക്തിയാണ്, ഞാനൊരു വ്യവസായിയാണ്. പക്ഷേ ഒരാളെയും ഞാൻ പോസിറ്റീവായിട്ടും നെഗറ്റീവ് അല്ല, ബട്ട് ഐ ടു ലവ് ടു ഹാവ് എ ചേഞ്ച് ഇൻ ദ
മാറ്റം വരണം. യെസ്, എന്തായാലും മാറ്റം വരണം. ബി ജെ പിക്കും ഒരു അവസരം കൊടുക്കണം എന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഭരിക്കുമ്പോഴെന്താണെന്ന് അറിയണ്ടേ. ഇല്ല, സാധ്യതയില്ല, അത് 100% ഉറപ്പാണ്. പക്ഷേ ഭാവിയിൽ വരും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ചിലപ്പോൾ സീറ്റ് കൂടുതൽ കിട്ടുമായിരിക്കും. പക്ഷെ അവരെന്തായാലും ഭരിക്കുമെന്നില്ല. പക്ഷേ UDF ഇത്തവണ വരണം തന്നെയാണ്. എനിക്ക് ചാൻസ് കിട്ടിയ ഞാൻ തന്നെ ആവുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ മനുഷ്യരുടെ വിഷമം എന്താന്ന് പറയാലോ. മറ്റുള്ളവർക്ക് ആ വിഷമം അറിയത്തില്ല. നമ്മളെപ്പോലെ ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയം ഇല്ലാത്തവർ കയറി വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലൊരു ചേഞ്ച് വരുള്ളൂ. ഇവർ ചെയ്തത് തന്നെ അവർ ചെയ്യും. അപ്പോൾ ഇവരെ കുറ്റം പറയും. അത്രയല്ലേ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ട് അത്രയേ ഉള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ജനകീയരായ ആൾക്കാർ വരണം. പിന്നെ ഈ പറഞ്ഞ സാലറി ഫിക്സേഷനൊന്നും കാര്യം ഞാൻ അതിനെതിരാണ്. സേവിക്കാൻ കഴിയുന്നവർ വന്നാൽ മതി, അല്ലാത്തവർ വരണ്ട. അത്രയേ ഉള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത്തവണ ആർക്കായിരിക്കും സാധ്യത? LDF ആണോ, UDF ആണോ, BJP ആണോ? UDF ആണ്. അങ്ങനെ പറയാൻ കാരണം UDF ആയിരിക്കും സാധ്യത. ഒരു ഭരണമാറ്റം വേണമെന്നാണോ? കുഴപ്പമില്ല, എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാമല്ലോ. പക്ഷെ പിണറായി നന്നായി ഭരിച്ചില്ലേ? രണ്ട് വശത്തും ഓരോ ഇതുണ്ട്. അപ്പോൾ പിന്നെ മാറ്റം നല്ലതാണ്. ആർക്കായിരിക്കും സാധ്യത? ഐ തിങ്ക് UDF ആണ്. അങ്ങനെ പറയാനൊരു കാരണം? റീസെൻ്റ്ലി ഉള്ള ഇതിൽ നോക്കിയപ്പോൾ ഐ തിങ്ക് UDF ആണ്. ആർക്കാ സാധ്യത ഏൽപ്പിക്കുന്നത് നിയമസഭ? UDF. പക്ഷേ എങ്കിലും ജയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരിക്കും. കമ്മ്യൂണിസ്റ്റ് തന്നെ ജയിക്കത്തുള്ളൂ പറഞ്ഞാലും. നമ്മൾ പിന്നെ കൊടുക്കുന്നത് UDF-നാണ്. പക്ഷെ ജയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരിക്കും. അതെല്ലാവട്ടും അങ്ങനെ തന്നെ. ജനങ്ങളെ മണ്ടന്മാരല്ലേ. അത് ഈ പറഞ്ഞത് ഞാൻ തന്നെ ആയാലും മണ്ടനാണ്. ഇനി കേരളം ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന പല ജില്ലകളിൽ നിന്നുള്ള മനുഷ്യർ കേരളത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ്. അവർ പറഞ്ഞ മറുപടികൾ പലതായിരുന്നു. ചിലർ പറഞ്ഞു പിണറായി സർക്കാർ തുടരും, കാരണം കേരളം കണ്ട അഭിനവ മാവേലിയാണ് പിണറായി എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഭരണമാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവരും ഏറെയുണ്ട്. അവർ പറയുന്നു തുടർ ഭരണം ജനങ്ങൾ വെറുക്കുന്നു എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല BJPക്ക് വലിയ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നവരുമുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക ദിവസങ്ങളില്ല. ജനം വിധി എഴുതട്ടെ. ക്യാമറ പേഴ്സൺ ഷാൻ JS-നൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.